മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശ്ശൂരിൽ നിന്നുള്ള വാർത്തയാണ്. തൃശ്ശൂർ വടക്കാഞ്ചേരി ആര്യമ്പാടം സർവോദയം സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് കടന്നൽ കുത്തേറ്റു എന്ന വാർത്തയാണ് വരുന്നത്. ഇന്ന് ഉച്ചയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പരിക്കേറ്റ 14ഓളം വിദ്യാർത്ഥികളെ പ്രാഥമിക ചികിത്സ നൽകി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ആരുടെയും നില ഗുരുതരമല്ല എന്ന ആശ്വാസകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. ഇന്ന് ഉച്ചയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വനമേഖലയിൽ നിന്നെത്തിയ കടന്നലുകൾ കൂട്ടത്തോടെ വിദ്യാർത്ഥികളെ ആക്രമിക്കുകയായിരുന്നു. കടന്നൽ കുത്തേറ്റ ഇവർ ക്ലാസ് മുറിയിലേക്ക് ഓടിക്കയറുകയായിരുന്നു. ഇതിനിടെ രക്ഷാപ്രവർത്തനവുമായി അധ്യാപകരും പുറത്തിറങ്ങുന്ന സാഹചര്യമുണ്ടായി. അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്കൂൾ പരിസരത്ത് തീയിട്ട് പുകപടലങ്ങൾ ഉയർത്തിയാണ് കടന്നലുകളെ പ്രദേശത്ത് നിന്നും തുരത്തിയത്. സ്കൂളിലാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് കടന്നൽ കുത്തേറ്റിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. തൃശ്ശൂർ വടക്കാഞ്ചേരി ആര്യമ്പാടം സർവോദയം സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ കടന്നൽ കുത്തേറ്റത്. പരിക്കേറ്റ 14ഓളം വിദ്യാർത്ഥികളെ പ്രാഥമിക ചികിത്സ നൽകി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ആരുടെയും നില ഗുരുതരമല്ല എന്നതാണ് ലഭിക്കുന്ന വിവരം. വനമേഖലയിൽ നിന്നെത്തിയ കടന്നലുകൾ കൂട്ടത്തോടെ വിദ്യാർത്ഥികളെ ആക്രമിക്കുകയായിരുന്നു. തൃശ്ശൂർ വടക്കാഞ്ചേരി ആര്യമ്പാടം സർവോദയം സ്കൂളിലാണ് വിദ്യാർത്ഥികൾക്ക് കടന്നൽ കുത്തേറ്റത്. ഇന്ന് ഉച്ചയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പരിക്കേറ്റ 14ഓളം വിദ്യാർത്ഥികളെ പ്രാഥമിക ചികിത്സ നൽകി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും നില ഗുരുതരമല്ല. വനമേഖലയിൽ നിന്നെത്തിയ കടന്നലുകൾ കൂട്ടത്തോടെ വിദ്യാർത്ഥികളെ ആക്രമിക്കുകയായിരുന്നു. കടന്നൽ കുത്തേറ്റ ഇവർ ക്ലാസ് മുറിയിലേക്ക് ഓടിക്കയറി. ഇതിനിടെ രക്ഷാപ്രവർത്തനവുമായി അധ്യാപകരും പുറത്തിറങ്ങുകയായിരുന്നു. അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്കൂൾ പരിസരത്ത് തീയിട്ട് പുകപടലങ്ങൾ ഉയർത്തിയാണ് കടന്നലുകളെ പ്രദേശത്ത് നിന്നും തുരത്തിയത്.